ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എന്നെ കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരും ഞാൻ വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ വെളിപ്പാടിനെക്കുറിച്ചും അതുപോലെ തന്നെ ആദിമസഭയിൽ അപ്പോസ്തലന്മാർ ഉപദേശിച്ച ഉപദേശം എന്താണ് എന്നുള്ളതിനെക്കുറിച്ചും എല്ലാം നമ്മൾ ചിന്തിക്കുവാനായിട്ട് ഇടയായി. ഇന്ന് ഞാൻ കൂടുതലായിട്ട് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത ആ സമയം അപ്പോസ്തലന്മാരോട് സഭയ്ക്കകത്ത് ഉപദേശിക്കേണ്ട ഉപദേശം എന്താണെന്ന് യേശു കർത്താവ് അപ്പോസ്തലന്മാരെ പറഞ്ഞ് ഭരമേൽപ്പിച്ച ഉത്തരവാദിത്തം എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് ചിന്തിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കതിനോട് ആധാരമായിട്ട് നമുക്ക് മത്തായിയുടെ സുവിശേഷം 28:18 മുതലാണ് ഞാൻ വായിക്കുന്നത്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ടും സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് അരുൾ ചെയ്തു. നമുക്കറിയാം, ഇത് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുന്ന മുമ്പ് ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ആദിമസഭയിൽ അപ്പോസ്തലന്മാർ ഉപദേശിച്ച ഉപദേശം എന്താണെന്നുള്ളത് നമുക്ക് ഈ ഒരു വചനവാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്നലെ നമ്മൾ ചിന്തിക്കുന്നുണ്ടായിരുന്നു, ആദിമസഭ സ്ഥാപിക്കപ്പെട്ടപ്പോൾ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. അപ്പോൾ അവിടെ അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്താണ്, എങ്ങനെ ഉപദേശിക്കണമെന്നുള്ളത് യേശു കർത്താവ് ഈ വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പോൾ ആദിമസഭയിൽ അപ്പോസ്തലന്മാർ ഇതനുസരിച്ച് യേശു കൽപ്പിച്ചത് എന്താണോ അതാണ് സഭയ്ക്കകത്ത് ഉപദേശിച്ചതെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ നമ്മളിൽ നിന്നായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളുടെ സഭകളിൽ ഈ അപ്പോസ്തലന്മാർ ഉപദേശിച്ച പോലുള്ള ഉപദേശമാണോ നമ്മുടെ സഭകളിൽ ഉപദേശിക്കപ്പെടുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ടും സകല ജാതികളെയും ശിഷ്യരാക്കാൻ. അപ്പോൾ യേശു കൽപ്പിച്ചത് എന്താണോ അത് അനുസരിക്കാൻ ജനത്തെ പഠിപ്പിക്കണം, അതനുസരിക്കാൻ ജനത്തെ ഉപദേശിക്കണം. അത് ഉപദേശിച്ചുകൊണ്ടും സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യേശു എന്താണ് ഉപദേശിച്ചത്? നമ്മളിതുപോലെ തന്നെ യോഹന്നാൻ എഴുതിയ ലേഖനം, യോഹന്നാൻ്റെ 2-ാം ലേഖനം, ഒരധ്യായമേ ഉള്ളൂ. അധ്യായത്തിൽ അതിൻ്റെ 9-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവും പുത്രനുമുണ്ട്. ഒരുത്തൻ ഈ ഉപദേശം കൊണ്ട് അല്ലാതെ നിങ്ങളുടെ അടുക്കൽ വരുന്നുവെങ്കിൽ അവനെ വീട്ടിൽ കൈക്കൊള്ളരുത്, അവന് കുശലം പറയുമരുത്. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത്, ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുവനിലും ദൈവമില്ലെന്നാണ്. നമ്മൾ നേരത്തെ വായിക്കേണ്ടായിരുന്നു, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ടും സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ക്രിസ്തുവിൻ്റെ ഉപദേശം എന്തായിരുന്നു? നമ്മളത് അറിഞ്ഞെങ്കിലല്ലേ നമുക്കത് ഉപദേശിക്കാൻ കഴിയത്തുള്ളൂ. ക്രിസ്തുവിൻ്റെ ഉപദേശം എന്ന് വെച്ചെന്നാൽ, യേശു കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ 3.5 കൊല്ലക്കാലം യേശു കർത്താവ് ജനത്തിന് കൊടുത്ത ഉപദേശം എന്താണോ അതാണ് ക്രിസ്തുവിൻ്റെ ഉപദേശം. അപ്പോൾ ഇന്ന് നമ്മളുടെ കൂട്ടായ്മകളിൽ നമുക്ക് ഈ ഉപദേശം കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഉപദേശം കിട്ടാത്തത് കൊണ്ട് ആണ് കൂടുതലും നമ്മുടെ സഭകളിൽ, നമ്മളുടെ കൂട്ടായ്മകളിൽ ഉണ്ടാകുന്ന ഭിന്നതകളും പ്രശ്നങ്ങളും എല്ലാം. അപ്പം നമ്മൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ സ്വന്തം ജീവനെ നൽകി നമ്മളെ വീണ്ടെടുത്തപ്പോൾ നമ്മൾ എവിടെ എത്തി? നമ്മൾ ദൈവരാജ്യത്തിലെത്തി. ദൈവരാജ്യത്തിലെത്തിയെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം, ഒരു രാജ്യമാണെങ്കിൽ ആ രാജ്യത്തിന് നിയമങ്ങളുണ്ട്, വ്യവസ്ഥകളുണ്ട്. അപ്പോൾ യേശു കർത്താവ് ഇവിടെ പ്രസംഗിച്ചത് 3.5 വർഷക്കാലത്തെ യേശു കർത്താവിൻ്റെ
ശുശ്രൂഷ കാലയളവിൽ യേശു കർത്താവ് പ്രസംഗിച്ചത് ദൈവരാജ്യമാണ്. നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സ്നാപക യോഹന്നാൻ പ്രസംഗിച്ചു തുടങ്ങിയത് തന്നെ ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ എന്നാണ് സ്നാപക യോഹന്നാൻ പ്രസംഗിച്ചു തുടങ്ങിയത്. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. അക്കാലത്ത് സ്നാപക യോഹന്നാൻ വന്ന് യഹൂദയ മരുഭൂമിയിൽ പ്രസംഗിച്ചു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ എന്ന് പറഞ്ഞു. ഇവിടെ സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ എന്ന് പറഞ്ഞു. അപ്പം സ്നാപക യോഹന്നാൻ്റെ പ്രസംഗം സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ എന്നാണ്. അതായത് ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഇനി നമുക്ക് നോക്കാം അടുത്തതായിട്ട് യേശു കർത്താവ് പ്രസംഗിച്ചു തുടങ്ങിയത് എന്താണെന്ന് നമുക്ക് നോക്കാം. അത് കാണണമെങ്കിൽ നമ്മൾ മത്തായിയുടെ സുവിശേഷം തന്നെ അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം നമുക്ക് വായിക്കാം. അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. അപ്പോൾ യേശുവിൻ്റെ ശുശ്രൂഷ തുടക്കവും യേശു പ്രസംഗിച്ചു തുടങ്ങിയത് ഇങ്ങനെയാണ്: അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. അപ്പോൾ യേശുവിൻ്റെ പ്രസംഗവും സ്നാപക യോഹന്നാൻ്റെ പ്രസംഗവും ഒന്ന് തന്നെ ആയിരുന്നു. അപ്പോൾ യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്ന് തൻ്റെ ശുശ്രൂഷ തുടങ്ങിയ തന്നെ യേശു കർത്താവ് പറയുന്നു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ. നമ്മൾ യേശുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് കർത്താവ് രക്ഷിതാവായി സ്വീകരിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകി. യേശുവാണ് പാപവിമോചകൻ, യേശുവാണ് ക്രിസ്തു എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് ലഭിച്ചു. ഞാൻ നേരത്തെ പറയുണ്ടായിരുന്നു, പലപ്പോഴും യേശുവിനെ ക്രിസ്തുവായിട്ട് തിരിച്ചറിഞ്ഞിട്ടല്ല പലപ്പോഴും നമ്മൾ സ്നാനമേൽക്കുന്നത്. യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്നവരുണ്ട്. ശരിയാ, യേശു രക്ഷിക്കുന്നവനാ രക്ഷിതാവായിട്ട്. പക്ഷേ വേദപുസ്തകത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം തൻ്റെ പുത്രനെ നൽകിയത് ക്രിസ്തുവായിട്ടാണ്, വീണ്ടെടുപ്പുകാരനായിട്ടാണ്. വീണ്ടെടുപ്പുകാരൻ എന്ന് പറയുന്നതും രക്ഷകൻ എന്ന് പറയുന്നതും രണ്ടും വ്യത്യാസമുണ്ട്. അതായത് യേശു രക്ഷിക്കുന്നവനാ, അത് തന്നെ ശരി തന്നെ. പക്ഷെ അപ്പോഴും നമ്മൾ ചിന്തിക്കണം, യേശു വീണ്ടെടുപ്പുകാരനാണ്, വീണ്ടെടുപ്പുകാരൻ. അതായത് പാപത്തിൽ നിന്നും മനുഷ്യരാശിയെ വീണ്ടെടുത്തു. അതുകൊണ്ട് നമ്മൾ രക്ഷിക്കപ്പെട്ടു, പാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു. അപ്പോൾ നമ്മളിവിടെ ഈ പാപത്തിൽ നിന്നുള്ള മോചനം, അതായത് രക്ഷയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നത് യേശുവിനെ നമുക്ക് പിതാവായ ദൈവം നമ്മളുടെ പാപങ്ങൾക്ക് പരിഹാര യാഗമായിട്ട് ക്രൂശിൽ യാഗമായിട്ട് അർപ്പിച്ചു. ആ പാപപരിഹാര യാഗത്തിലൂടെ എനിക്ക് പാപമോചനമുണ്ടെന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞു, തിരിച്ചറിയാൻ കഴിഞ്ഞു. അങ്ങനെ ആ പാപവിമോചകനായ യേശുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചു. അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടു. അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചു. നമുക്കറിയാം, കൊലോസ്യ ലേഖനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, നമ്മൾ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും നമ്മളെ ദൈവം വിടുവിച്ചു സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുന്നു നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്ക് ആ വാക്യവും വായിക്കാവുന്ന കൊലോസ്യ ലേഖനം 1:13 നമ്മളത് വായിക്കുന്നത്. നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം. അപ്പോൾ ഇവിടെ നമ്മളെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുന്നു. ഇവിടെ രാജ്യത്തെക്കുറിച്ചും പറയുന്നു. അപ്പം നമ്മൾ വ്യക്തമായിട്ട് തിരിച്ചറിയണം, ഒരു രാജ്യമാണെങ്കിൽ ആ രാജ്യത്തിന് നിയമങ്ങളുണ്ട്, നിയമവ്യവസ്ഥകളുണ്ട്. ആ നിയമവ്യവസ്ഥകളാണ് യേശു കർത്താവ് പ്രസംഗിച്ച പ്രസംഗങ്ങൾ. രക്ഷിക്കപ്പെട്ട ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു വ്യക്തി ആ ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ ബാധ്യസ്ഥനാണ്. നമ്മളിപ്പോൾ ഇന്ത്യയിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. നമ്മൾ ഇന്ത്യയിലാണെങ്കിൽ ഈ രാജ്യത്തിനൊരു നിയമമുണ്ട്, ആ നിയമങ്ങൾ അനുസരിച്ച് വേണം നമ്മൾ ജീവിക്കാൻ. അതുപോലെ നമ്മൾ ഈ രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്ത് ചെല്ലുകയാണെങ്കിൽ ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്, കടപ്പെട്ടവരാണ്. എന്ന പോലെ തന്നെയാണ് നമ്മൾ യേശുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ചപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടു. രക്ഷിക്കപ്പെട്ട നമ്മൾ ദൈവത്തിൻ്റെ രാജ്യത്തിലായി. ദൈവത്തിൻ്റെ രാജ്യത്തിലാണെങ്കിൽ ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് വേണം നമ്മൾ ജീവിക്കുവാൻ.
അതാണ് യേശു കർത്താവ് പഠിപ്പിച്ച, യേശു കർത്താവ് ഉപദേശിച്ച ഉപദേശങ്ങൾ. യേശു കർത്താവിൻ്റെ 3.5 വർഷത്തെ ശുശ്രൂഷ കാലയളവിൽ യേശു കർത്താവ് ഉപദേശിച്ച ഉപദേശങ്ങൾ അതാണ് ക്രിസ്തുവിൻ്റെ ഉപദേശം. അതാണ് ഇവിടെ നമ്മൾ ലേഖനത്തിൽ വായിച്ചത്. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുവനിലും ദൈവമില്ല എന്ന് യോഹന്നാൻ്റെ ലേഖനത്തിലൂടെ നമ്മൾ കണ്ടത്. ഇത് തന്നെയാണ് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുന്ന മുമ്പ് അപ്പോസ്തലന്മാർ ഉപദേശിച്ചതും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ടും സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. അപ്പോൾ ക്രിസ്തുവിൻ്റെ ഉപദേശം കേട്ടവരാണ് ഈ അപ്പോസ്തലന്മാർ, തൻ്റെ ശിഷ്യന്മാർ. 3.5 വർഷം യേശുവിൻ്റെ കൂടെ നടന്നപ്പോൾ വിവിധ ഇടങ്ങളിലായിട്ട് യേശു കർത്താവ് ഉപദേശിച്ചത് മുഴുവൻ ദൈവരാജ്യമാണ്, ദൈവരാജ്യത്തിൻ്റെ ഡിസിപ്ലിനാണ്, നിയമവ്യവസ്ഥകളാണ്. അത് കാണണമെങ്കിൽ ഈ നിയമവ്യവസ്ഥകളിൽ ഡിസിപ്ലിൻ എന്താണെന്ന് നമുക്ക് കാണണമെങ്കിൽ നമ്മൾ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം മുതൽ 5, 6, 7 അധ്യായങ്ങൾ, 3 അധ്യായങ്ങൾ ഗിരിപ്രഭാഷണമാണ്. അതിനുശേഷവും കർത്താവ് പലയിടങ്ങളിലും പല ഉപദേശങ്ങളും കൊടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതെല്ലാം നമ്മൾ വായിക്കണം, ഇതെല്ലാം നമ്മൾ അറിയണം. ഇതാണ് ക്രിസ്തുവിൻ്റെ ഉപദേശം. ആദിമസഭയിൽ ഈ ഉപദേശമാണ് ജനത്തിന് കൊടുത്തത്. ഈ ഉപദേശമാണ് രക്ഷിക്കപ്പെട്ട് സഭയിലേക്ക് കടന്നു വരുന്നവർക്ക് കൊടുക്കേണ്ട ഉപദേശം. നമ്മളൊരു കാര്യം അറിയണം, ഈ ക്രിസ്തുവിൻ്റെ ഉപദേശം സഭയിൽ പ്രസംഗിച്ചെന്നാൽ, ഈ ഉപദേശം ജനത്തിന് കിട്ടിയെന്നാൽ അവൻ്റെ പുറത്തെ മനുഷ്യനുള്ള കുറവുകൾ, അവൻ്റെ പ്രവൃത്തിയിലുള്ള വീഴ്ചകൾ എന്താണെന്ന് തിരിച്ചറിയുവാനും ആ തിരിച്ചറിഞ്ഞ് അത് ഏറ്റുപറഞ്ഞ് യേശുവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പിതാവിൽ നിന്നും യേശുക്രിസ്തു മുഖാന്തരം പാപക്ഷമ പ്രാപിക്കുവാനും നമുക്ക് കഴിയും. പക്ഷേ ഇത് പ്രസംഗിക്കണം. ഇത് പ്രസംഗിച്ചെങ്കിലേ ജനം കേൾക്കൂ, കേട്ടെങ്കിലല്ലേ അവർക്ക് തിരിച്ചറിവുണ്ടാകൂ. തിരിച്ചറിവ് ഉണ്ടായെങ്കിലല്ലേ അത് ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിക്കാൻ പറ്റൂ, അവരവരുടേതായ കുറവുകളെ തിരിച്ചറിയാൻ പറ്റൂ. പക്ഷേ ഇതിന്ന് പ്രസംഗിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്, സഭകളിൽ ക്രിസ്തുവിൻ്റെ ഉപദേശം പ്രസംഗിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് തിരിച്ചറിയേണ്ടത്. അതാണ് സഭയുടെ അടിത്തറ എന്ന് വെച്ചാൽ ക്രിസ്തുവിൻ്റെ ഉപദേശമാണ്. പക്ഷെ നമ്മുടെ സഭകളിൽ ക്രിസ്തുവിൻ്റെ ഉപദേശം അടിത്തറ ഇല്ലാത്ത ഒരവസ്ഥയുണ്ട്. അതുകൊണ്ടിട്ടാണ് സഭക്കകത്ത് പല വിഷയങ്ങളും ഉണ്ടാകുന്നത്. നമ്മൾ ഓരോരുത്തരും രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മളെ ആത്മാവാണ് രക്ഷിക്കപ്പെട്ടത്. ആത്മാവിൻ്റെ വീണ്ടെടുപ്പാണ് നമ്മൾ യേശുവിൽ വിശ്വസിച്ചപ്പോൾ നമുക്ക് ലഭിച്ചത്. പക്ഷെ നമ്മുടെ പുറത്തെ മനുഷ്യൻ ഇപ്പോഴും രക്ഷിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ അകത്തെ മനുഷ്യൻ രക്ഷിക്കപ്പെട്ടു. അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നമ്മൾ ദൈവരാജ്യത്തിലാണ്. പക്ഷേ പുറത്തെ മനുഷ്യനെ സംബന്ധിച്ച് നമ്മൾ ഈ ലോകരാജ്യത്തിൻ്റെ സിസ്റ്റത്തിലാണ്. ഇത് ജഡത്തിൽ നിന്നും ജനനം കൊണ്ടതാണ് നമ്മുടെ പുറത്തെ മനുഷ്യൻ, അമ്മയപ്പന്മാരിൽ നിന്നുള്ള ആ ഒരു കൾച്ചറാണ് നമ്മുടെ പുറത്തെ മനുഷ്യനുള്ളത്. ആ കൾച്ചറുള്ള മനുഷ്യനെ, പുറത്തെ മനുഷ്യനെ ദൈവരാജ്യത്തിനൊത്തവണ്ണം ഡിസൈൻ ചെയ്യാനായിട്ട്, കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യേശു കർത്താവ് ഉപദേശിച്ച ഉപദേശങ്ങളാണ് ഗിരിപ്രഭാഷണം ഉൾപ്പെടെയുള്ള യേശുവിൻ്റെ സകല പ്രസംഗങ്ങളും. നമുക്കത് വായിച്ചാൽ അറിയാം, അത് നമ്മളെ പുറത്തെ മനുഷ്യനെ കറക്റ്റ് ചെയ്യുന്നതാണ്. നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ക്ഷമയെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ച്, അങ്ങനെ എല്ലാ കാര്യങ്ങളും മനുഷ്യൻ്റെ ജഡത്തിൽ വസിക്കുന്ന എല്ലാ പാപ സ്വഭാവങ്ങളെയും വെളിപ്പെടുത്തി തരുന്നതാണ് ക്രിസ്തുവിൻ്റെ ഉപദേശം. അത് നമുക്ക് വെളിപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ ഇന്നും പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്ന യേശുവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഏറ്റുപറയാം. നമ്മുടെ കുറവുകളെ, പുറത്തെ മനുഷ്യനുള്ള കുറവുകളെ നമുക്ക് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മൾ അതിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ട് നമ്മൾ പാപപരിഹാര യാഗമൊന്നും നടത്തണ്ട, നേർച്ച കാഴ്ചകളോ ഒന്നും നടത്തണ്ട. ഇന്നും പിതാവിൻ്റെ വലതുഭാഗത്ത്, പിതാവിൻ്റെ സന്നിധിയിൽ നമ്മൾക്ക് വേണ്ടി മധ്യസ്ഥനായിട്ട് ഇന്നും യേശു കർത്താവ് ഇരിക്കുക. ആ കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞാൽ നമ്മൾ നിരപ്പ് പ്രാപിക്കും. നമ്മൾ ദൈവരാജ്യത്തിൻ്റെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരായി നമ്മൾ തീരും. അപ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ ദൈവരാജ്യത്തിലുള്ള സകലവിധ നന്മകളും അനുഗ്രഹങ്ങളും അനുഭവിപ്പാൻ നമ്മൾ യോഗ്യരായിത്തീരും. പലപ്പോഴും രക്ഷിക്കപ്പെട്ടിട്ടും പലരും ദൈവിക നന്മകളെ, വിടുതലുകളെ, സൗഖ്യങ്ങളെ ഉൾപ്പെടെ അനുഭവിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം നമ്മുടെ ആത്മാവ് രക്ഷിക്കപ്പെട്ട, പക്ഷെ ജഡം ഇപ്പോഴും പാപസ്വഭാവത്തിലാണ്. നമ്മൾ റോമാലേഖനം 8 നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. റോമാലേഖനം 8 നമുക്കൊന്ന് വായിക്കാം. റോമാലേഖനം 8:1 എഴുതിയിട്ട്, അതുകൊണ്ട് ഇപ്പോൾ
ക്രിസ്തുവേശുവിലുള്ളവർക്കൊരു ശിക്ഷാവിധിയുമില്ല. ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്കും പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്നും ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാതിരുന്ന് സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ഇത് 4ാമത്തെ വാക്യം എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കേണ്ടത്, ജഡത്തെ അല്ല ആത്മാവിനെ എത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. ജഡത്തെ അല്ല ആത്മാവിനെ എത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. ഇപ്പം നമ്മൾ ജഡത്തിൽ ചെയ്ത പാപങ്ങൾക്ക് ദൈവം പുത്രൻ്റെ ജഡത്തിൽ ശിക്ഷ വിധിച്ചു. പുത്രനെ ക്രൂശിൽ യാഗമാക്കി. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാതിരുന്നത് സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു എന്നിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു എന്നിട്ട് പിന്നെ എഴുതിയിരിക്കുന്നത്, ജഡത്തെ അല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവൃത്തിയാകേണ്ടതിനായി തന്നെ. അപ്പോൾ രക്ഷിക്കപ്പെട്ട നമ്മൾ ഇനി ജഡത്തെ അല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കണം. അപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവൃത്തിയാകും. ന്യായപ്രമാണത്തിൻ്റെ നീതി നിവൃത്തിയാകുന്നാൽ എന്താ? ദൈവരാജ്യത്തിലുള്ള എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കും. ദൈവത്താലുള്ള സകല വാഗ്ദത്തങ്ങളും, പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതും പുതിയ നിയമത്തിലുള്ളതായിക്കട്ടെ, എല്ലാ വാഗ്ദത്തങ്ങളും നമുക്ക് ലഭിക്കും. ഇന്ന് സഭയിൽ രക്ഷിക്കപ്പെട്ട വന്നിട്ടും നമ്മൾ ആത്മീയമായും ഭൗതികമായും ഉയർച്ച പ്രാപിക്കാത്തതിൻ്റെ കാരണം നമ്മൾ ജഡത്തിലാണ് നമ്മൾ സഞ്ചരിക്കുന്നത്, ജഡപ്രകാരമാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ടിട്ടാണ് നമ്മൾ ഇത് തിരിച്ചറിയണമെങ്കിൽ എത്രമാത്രം നമ്മൾ ജഡത്തിൽ വീഴ്ചയുള്ളവരാണ്, എത്രമാത്രം നമ്മൾ ജഡത്തെ അനുസരിച്ച് നടക്കുന്നതെന്ന് തിരിച്ചറിയണമെങ്കിൽ ക്രിസ്തുവിൻ്റെ ഉപദേശം നമുക്ക് കിട്ടണം. അതാണ് സഭയുടെ അടിത്തറ. സഭയ്ക്കകത്ത് അതാണ് പ്രസംഗിക്കപ്പെടേണ്ടത്. ഇത് പ്രസംഗിക്കപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ അനുദിനം മാനസാന്തരം ഉണ്ടായ, അനുദിനം ക്രിസ്തുവിൽ നമുക്ക് നമ്മുടെ ജഡ സ്വഭാവത്തിൽ നിന്നൊരു വീണ്ടെടുപ്പിൻ്റെ അനുഭവം അനുദിനം നമ്മൾ അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഭൗതികമായും ശാരീരികമായും മാനസികമായും ആത്മീയമായ എല്ലാ മേഖലകളിലും നമ്മൾ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കും. നമ്മളാരും കുറ്റം പറയില്ല, നമ്മളെ ആരും പഴിക്കത്തില്ല. നമുക്ക് മനസ്സിലാവും ഞാൻ എത്രമാത്രം കുറവുള്ളവനാണെന്ന്, ഞാൻ നിൽക്കുന്നത് കൃപയിലാണെന്ന്, ഞാൻ കൃപയ്ക്ക് കീഴിലാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ള തിരിച്ചറിവും ബോധ്യം ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് നെഗളമുണ്ടാവില്ല, ഞാനെന്ന ഭാവം ഉണ്ടാവില്ല. സകലവും ദൈവം കൃപയാൽ നമ്മളെ നടത്തുന്നു എന്നുള്ള തിരിച്ചറിവും ബോധ്യം ഉണ്ടാവും. ഭിന്നതകൾ സഭയിലുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ശുശ്രൂഷയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് നമ്മളോട് കർത്താവ് സംസാരിക്കുന്നത് നമ്മൾ ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നമ്മൾ നിലനിൽക്കണം. അതിനായി നമുക്ക് ഇന്നത്തെ ഈ വചന ശുശ്രൂഷ സഹായമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അതിനായി ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് നമ്മുടെ സഭകളിൽ ക്രിസ്തുവിൻ്റെ ഉപദേശം പ്രസംഗിക്കുവാനും ആ ഉപദേശം കേട്ട് നമ്മളെ തന്നെ ഒന്ന് തിരിച്ചറിഞ്ഞ് നമ്മളെ തന്നെ ഒന്ന് ദൈവസന്നിധിയെ ഏൽപ്പിച്ചു കൊടുത്ത് ആ കൃപയിലേക്ക് കൂടുതലായി നമുക്ക് ആഴമായിട്ട് ഇറങ്ങുവാനും ദൈവത്താലുള്ള സകല അനുഗ്രഹങ്ങളും അനുഭവിക്കുന്നവരായി തീരുവാനും ഇടയാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.